ഇതിനൊക്കെ പുറമെ മത ജാതി സമവാക്യങ്ങളിലെ UDFന്റെ ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുകയാണ്. കേരളത്തിൽ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, നായർ വിഭാഗങ്ങളിൽ UDFന് പരമ്പരാഗത പിന്തുണയുണ്ട്. അതുപോലെ IUMLന്റെ മുസ്ലിം ഏരിയകളിലെ ശക്തി, കേരള കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ ബെൽറ്റ് പിന്തുണ എന്നിവ UDFന് അനുകൂലമാണ്. 2024 മുതൽ BJP ക്രിസ്ത്യൻ വോട്ടുകൾ ചോർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. ഈഴവ വിഭാഗത്തിൽ SNDP പിന്തുണ BJPക്ക് ഉണ്ടെങ്കിലും പലയിടത്തും LDF വിരുദ്ധ വോട്ടുകൾ UDFിലേക്ക് പോകുന്ന രീതിയാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഇതും UDFന് അനുകൂല ഘടകം തന്നെയാണ്. അടുത്തതായി പറയാൻ പോകുന്നത് ഒരുപക്ഷെ പലർക്കും അത്ര കണ്ട് ദഹിക്കണമെന്നില്ല. BJPയുടെ വളർച്ച UDFന് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ ചിലർ പറയുന്നത്. BJPയുടെ വോട്ട് ഷെയർ 2020 15%. ഇപ്പോൾ 20% കടന്നേക്കാം. പക്ഷെ ഇത് കൂടുതലും LDF വോട്ടുകൾ ചോർത്തിയാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് LDF വോട്ട് ബാങ്കായ ഈഴവ, ഹിന്ദു, പിന്നോക്ക വോട്ടുകൾ. BJP ത്രികോണ മത്സരം സൃഷ്ടിക്കുന്ന പലയിടത്തും ഇത്തവണ UDF നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് തൃശൂർ, പത്തനംതിട്ട, പാലക്കാട് ഏരിയകളിൽ BJP സ്ട്രോങ് ആയാൽ LDF ദുർബലമാകും.